പോടാ പോടാ ഓടാ കിടപ്പുണ്ടോ. ഹലോ മച്ചാമാരെ, കൊച്ചു ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും മച്ചാമാരെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്നേക്ക് ഫിഷിങ്ങിന് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വരാലിലെ തൂക്കം നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പോൾ മീൻ കിട്ടുമല്ലോ, നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ബ്രൈഡിൻ്റെ നീളം കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഫിഷിങ്ങിന് പോയപ്പോൾ തന്നെ ബ്രൈഡിൻ്റെ നീളം ഇല്ലാത്തത് നമുക്ക് കുറച്ച് പ്രയാസമായിരുന്നു കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ 70 മീറ്റർ ബ്രൈഡിൻ്റെ നീളം കൂലികൾ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുതിയൊരു ഫ്രോഗും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രാവോയുടെ ചെറിയൊരു പാണ്ട എന്നൊക്കെ പറഞ്ഞൊരു ഫ്രോഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമ്മളിന്ന് നേരെ കാസ്റ്റിംഗ് നടത്താൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് കിട്ടില്ല, നമുക്ക് നേരെ നോക്കാം ഗൈസ്. അപ്പോൾ മറ്റേ നമ്മുടെ ബ്രാവോയുടെ ചിന്നനൊരു ഫ്രോഗാട്ടോ. നോക്കി ഗൈസ്, സംഭവം ഇത്രേ ഉള്ളൂ. നല്ല ഹുക്കപ്പ് റേഷ്യോ ഒക്കെ ഉണ്ട് കേട്ടോ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അപ്പം സ്പിന്നറൊക്കെ നോക്കണമല്ലോ ഉണ്ടല്ലോ, നല്ല സ്പിന്നർ കേട്ടോ. അപ്പം സിവില് കാര്യങ്ങളൊക്കെ ഉള്ളാം. അപ്പം കാണാൻ നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മീൻ അടിക്കില്ല, നമുക്ക് നോക്കാവേ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ നേരെ കാസ്റ്റിങ്ങിന് പോകണേ. ഇപ്പം ഞാൻ മാത്രമല്ല, നമ്മളിവിടെ ബീച്ചു മച്ചാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. അപ്പോൾ ബീച്ച് മച്ചാനും ചെറിയൊരു ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെങ്കിൽ മച്ചാൻ്റെ ഒരു ചാനൽ ലിങ്ക് ആയിരിക്കും ഇട്ടേക്കാം. മറ്റും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വന്നേക്കുന്നത് നമ്മുടെ ഒരു സ്പോട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടും നോക്കാവേ. അപ്പോൾ മച്ചാമാരെ, പുതിയ ഫ്രോഗിൽ നമ്മൾ നേരെ കാസ്റ്റിംഗ് ചെയ്യാൻ പോകണേ. കാരണം ഇവിടുന്ന് കുറേ മീനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയാണ്. അമ്മമാരെ പൊക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ ഫ്രോഗ് വന്നിട്ടുള്ളൂ കേട്ടോ. വീണ്ടും നല്ല രീതിക്ക് കാടായിട്ടുണ്ട്, വെള്ളവും കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഗൈസ്, ഫസ്റ്റ് സ്ട്രൈക്ക് വന്നേ, മിസ്സായേ. ഓ ഗൈസ്, ഫസ്റ്റ് അടിയേ. ആദ്യത്തെ 2-3 അടി അടിച്ചു, പക്ഷെ മിസ്സായി. ഇനി ഇവിടാണേ. വീഡിയോ ആണോ ഇല്ല അല്ലേ? അപ്പോൾ ഗൈസ്, വേറൊരു കാര്യമുണ്ട്, നല്ല വെയിലും ഉണ്ട്. വെയിലുണ്ടായതുകൊണ്ട് അടി പെട്ടെന്ന് പൊട്ടുന്നു. അടിച്ചു പോലെ പോടാ പോടാ ഓടാ കിടപ്പുണ്ടോ. ഇവിടെ കറിക്ക് കയറി അടിക്കുക. ഓ ഗൈസ്, അടിച്ച് മീൻസായേ ഗൈസ്. ഈ ഒരു ഭാഗത്ത് വരെ നമ്മൾ ക്രിക്കറ്റ് ആയി ഗൈസ്. ചെറുതായിരുന്നു. കുക്കിൽ നിന്ന് പോടാ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പാലുണ്ടോ കേട്ടോ? കിടപ്പുണ്ടേ. ആ കിട്ടിയിട്ടുണ്ട്, എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫോൺ എടുത്ത് കിട്ടല്ലേ കേട്ടെ ബയർക്കാം. ഇതിനകത്താണ് എടുത്തിട്ടെ. ചെറുതാണോ കേട്ടോ. ഒന്ന് കാണിച്ചാ, ഫോണിൻ്റെ നേരെ കാണിച്ച്. എനിക്ക് അറിയാമായിരുന്നു, കറിക്ക് കയറി വന്നായിരുന്നേ. അതുകൊണ്ട് ഇത്ര ഉണ്ടോ മുതലേ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സാധനമേ. അപ്പം മച്ചാൻ്റെ ഫോൺ ഇവിടെ വെള്ളത്തിൽ വീണ്.
നീ കരയ്ക്ക് കയറി വന്ന ഞാൻ കണ്ടു. ഇപ്പം എന്തായാലും ആദ്യത്തെ മുതലിനെ അടിച്ചു കയറ്റിട്ടുണ്ട്. അവിടെ വെള്ളമില്ല കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ വെള്ളമില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ ആക്ടിവിറ്റി ഉള്ളത്. മിസ് അടുത്തത് മിസ്സായി. നല്ലൊരു ഫൈറ്റ് ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ബുക്കിന് വിട്ടു പോകണോ എന്നൊരു പിടുത്തം കുറവുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ വരാൻ അടിച്ചപ്പോൾ നമുക്ക് ഇവിടുന്ന് കളം മാറ്റി പിടിക്കാവേ. ഇനി പെട്ടെന്ന് അടി വരത്തില്ല. അപ്പം കിട്ടിയ സാധനത്തിനെ തൂക്കിയെടുത്തിട്ടുണ്ട് വേഗം. അപ്പം നമ്മൾ മിസ്സായി പോയ സ്പോട്ടിൽ നിന്ന് അടിക്കാൻ പോകണേ. അപ്പം ഇവിടുത്തെ ഇനി എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ ചാമരെ ഫസ്റ്റ് വരാലിനെ അടിച്ച് തൂക്കിയിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത സ്പോട്ടിലോട്ട് വിടും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തൂക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അടുത്ത നമ്മൾ ഇവനെ പൊക്കാലോ വന്നേക്കുന്നത്. ഇനിയും കുറേ അടുത്തു നിന്ന് മിസ്സായി പോയമാരൊക്കെ ഉണ്ട്, അവന്മാരെയൊക്കെ പൊക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാസ്റ്റ് നോക്കാതെ. അതായത് നമ്മളിപ്പോൾ ഇറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയാൻ വേണ്ടി പോകണേ. അപ്പം കിട്ടുമല്ലോ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ ഇതിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമൊന്നുമല്ല, കാരണം നല്ല രീതിക്ക് വെയിലുണ്ട്. ഓക്കെ, വെയിലായതുകൊണ്ട് അടിക്കാൻ ചാൻസ് ഇച്ചിരി കുറവാണേ. വെയിൽ താങ്ങായിരുന്നെങ്കിൽ നമുക്ക് നല്ലപോലെ അടിക്കാമായിരുന്നു. നമ്മളെ നോക്കി ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടോ. അപ്പം അവിടെ എല്ലാം കുറേ ആൾക്കാർ അതിഥികളൊക്കെ ആയിപ്പോട്ടോ, അവരെല്ലാം പോച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് മിസ്സായിപ്പോയ കുറച്ച് വീരന്മാരുണ്ടേ. അപ്പോൾ അവന്മാർ വീണ്ടും നമുക്ക് കിട്ടുമല്ലോ നോക്കാവേ. കേസ് ഇവിടെ എല്ലാം ചൂണ്ടക്കായ കെട്ടി വെച്ചേക്കോട്ടോ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ശരിക്കും പായൽ കയറി കേട്ടോ. മലയാളി ഡൈവ് അടിച്ചുണ്ട്. അപ്പോൾ മച്ചാമരെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വരാലടിച്ചിട്ടോ. വീഡിയോ കിട്ടിയല്ലോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കിടലൊരു മുതലേ എടുക്കണ്ട. എനിക്കൊന്ന് 1/2 കിലോ വരുന്ന ഒരു ഏറ്റ വരാലിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇതുണ്ടോ കേസ്, ഇവിടെയൊക്കെ ഒരു ഡാമേജ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് നേരെ ഇന്നത്തെ ഇട്ടാക്കാവേ. ഓക്കെ കേസ്, നല്ല വെയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉണക്കനോട് അടിച്ചു തരാൻ പറ്റിയേ. എന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ കേസ്, ഇവിടെ എല്ലാം സ്റ്റിക്ക് ഇട്ട് വെച്ചേക്കട്ടോ. കുറേ ചേട്ടന്മാരൊക്കെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കല്ല, കഴിച്ചുകൊണ്ടിട്ട് വെച്ചേക്കുവാണേ. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. നമ്മൾ വന്നിട്ട് 5-10 മിനിറ്റേ ഉള്ളൂ. അതിനുമ്പോൾ നമുക്കൊരു കിട്ടിയുള്ള ഒരു മുതലിനെ അടിച്ച് കയറ്റി കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇവിടെ തന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യാം, കാരണം ഇനിയും കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നേരെ നോക്കാം. അപ്പം നമ്മുടെ ഫ്രോഗ് ഒരു കിണ്ണം കച്ചി ഫ്രോഗ് തന്നെ പറയാം കേട്ടോ. ഇപ്പം നമ്മുടെ പാണ്ടയുടെ ചോട്ട കുഞ്ഞൊരു പാണ്ട കേട്ടോ, അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോഗാണേ. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് ഇനി കാസ്റ്റ് ചെയ്യാവേ. ഓക്കെ ചേട്ടന്മാരുടെ കൈച്ചൂണ്ടയുടെ അവിടെ നിന്ന് ഒരെണ്ണത്തിനേലും അടിച്ചു കയറ്റാൻ പറ്റും നോക്കാവേ. അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന മച്ചന്മാർക്കൊക്കെ അറിയായിരിക്കും ഇവിടെ നിന്ന് ഒരെണ്ണം അടിച്ചു കയറ്റി കയ്യിൽ നിന്ന് മിസ്സായി പോയതാട്ടോ. അപ്പം എന്തായാലും അന്ന് മിസ്സായി പോയി, ഇന്ന് നമ്മൾ തൂക്കി. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞാൽ ഇവിടെ നമ്മൾ തൂക്കുമെന്ന് പറയാൻ തൂക്കുമെന്ന് രണ്ടും കൽപ്പിച്ചാൽ നമ്മൾ ഫ്രോഗും ഒക്കെ സെറ്റാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പുറത്തോട്ട് വന്നിട്ട് സ്റ്റിക്കിൽ പൊക്കി നോക്കിയല്ലോ. ഞാൻ പറഞ്ഞു ഇതിനകത്ത് മീനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ കിട്ടിയതുപോലെ തന്നെയാണേ അവൻ അടിച്ചതേ. ഇനി ഇപ്പം ഞാൻ കാണിച്ചു തരാം.
അവൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ അങ്ങ് പറക്കുവാണല്ലോ സാധനം. നോക്കി അടുത്തറം കിടക്കുന്നുണ്ടോ, നല്ല രീതിക്ക് ഹുക്കപ്പായിട്ടുണ്ട്. അവൻ അണ്ണാക്കിലടിച്ച് കയറ്റിയിട്ടുണ്ട്. കാണിച്ചു തരാവേ. നമ്മുടെ ഗ്രിപ്പറൊന്ന് എടുത്തോട്ടെ. നോക്കി എൻ്റെ മോനെ നല്ല രീതിക്ക് പരിക്കുണ്ട് ഇമാർക്കെല്ലാം കേട്ടോ. അതെന്തോ നല്ല രീതിക്ക് ഇമാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സാധനം ചെറിയൊരു വരാലാണേ. നോക്കി ഫ്ലോഗ് കയറിയൊക്കെ നോക്കി എൻ്റെ മോനെ. നോക്കി കേസ് അവൻ്റെ അണ്ണാക്കി നല്ല രീതിക്ക് ഹുക്കപ്പായിട്ടുണ്ടേ. അപ്പം എന്തായാലും കുഞ്ഞൊരു മുതലാട്ടോ. അപ്പം എന്തായാലും ആദ്യം നമുക്ക് ആ ഹുക്ക് ഒന്ന് അയച്ചെടുക്കണം. എൻ്റെ മോനെ നല്ല രീതിക്ക് ബ്ലഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. നോക്കി ചോ അപ്പം അടുത്ത മുതലേ ഓക്കെ ഇത് കിടക്കട്ടെ. ഇനി ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാം. ഇത് അവിടെ സാധനം ഉണ്ടോ നമുക്കറിയാം. അടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതറിയാം. നമ്മൾ പറഞ്ഞ പോലെ ഇവിടുന്ന് ഒരു മീൻ അന്നത്തെ വീഡിയോയിൽ നമുക്ക് മിസ്സായിപ്പോയി. അവിടുന്ന് അടിച്ച് കയറ്റി. ഇവിടുന്ന് നമുക്ക് ഒരെണ്ണം മിസ്സായിപ്പോയി. നമ്മൾ വീണ്ടും അടിച്ചിട്ട് നമ്മൾ വാക്ക് പറഞ്ഞാൽ വാക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് കയറ്റിയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി വേറെ ഉണ്ടെങ്കിലോ ചൂണ്ട അവിടെ ആ ഭാഗത്തൊരെണ്ണമുണ്ട്. കണ്ടോ ഞാൻ എപ്പോഴും പറയാം ഗീസ്, ആ ഒരു ഭാഗത്തൊരെണ്ണം അത്രയും വെള്ളത്തിനകത്തൊരെണ്ണം കിടപ്പുണ്ട്. അതുകൊണ്ട് ആ ഒരു പാള കിടപ്പുണ്ട്. ആ പാളയുടെ അവിടെ ഒരു ചെറിയൊരു മുതലവിടെ കിടപ്പുണ്ട്. അവൻ ഒന്ന് കുടുങ്ങിക്കോടെ. നല്ല വിട്ട് വിടുന്നുണ്ട് കേട്ടോ. അവൻ ആരാന്ന് കാണിച്ചു തരാം. അവിടെ പോലെ നമ്മളെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും അങ്ങ് അടി വിട്ടു കേട്ടോ. എന്തോ ഓർത്തില്ല മീനാന്നാണ് എൻ്റെ ധാരണയിൽ. പക്ഷേ മീനൊന്നുമല്ല. വേണ്ട ഈ ഇരിക്കുന്ന ഒരു തവളക്കൂട്ടാണ് കേട്ടോ. ഇവനാണ് ഈ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മുന്നേ കള്ള വിടുക. അപ്പോൾ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ആ മേപ്പോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ മോനെ ഏറ്റവും ഒരു മോതലടിച്ച കേട്ടോ. മിസ്സായി. ഇനി അവൻ അടിക്കുമെന്ന് ഒരു ഡൗട്ടും ഇല്ല. നോക്കണ്ട, ഇനി അടി വീഴത്തില്ല. ഇത് കിട്ടുന്ന ഒരു സാധനമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു മീൻ അടിച്ചാണേ. മിസ്സായിപ്പോയി. വെയിൽ വന്നിട്ടുണ്ടേ. അപ്പം അവനെ നമ്മളിന്ന് കുറി വെച്ച് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു മീനെ പിടിച്ചാൽ പറ്റത്തുള്ളൂ. ഒരു മുഴുത്തൊരെണ്ണത്തിന് ഇങ്ങനെ തന്നെ. അടി അടിക്കോ. അടുത്ത സ്ട്രൈക്ക് പോയേ. അടുത്ത സ്ട്രൈക്ക് അടിയ മൊത്തം. ഫുള്ള് സ്ട്രൈക്കാണേ. കണ്ടിട്ട് ഇത് മൂന്നാമത്തെ വരവാണേ. മൂന്നാമത്തെ സ്ട്രൈക്ക്.
ഇതിനകത്ത് അവൻ അടിച്ചേ പറ്റത്തുള്ളൂ. കാരണം 4 തവണ മിസ്സായി പോയെന്ന് പറഞ്ഞത് കണ്ടോ. പിന്നെ അല്ല ഞാൻ കണ്ടവനെ. അപ്പോൾ അവരെ കിട്ടിയ മുതലേം തൂക്കിക്കൊണ്ട് നമ്മൾ വേറെ സ്പോട്ടിൽ പോട്ടോ. ഇനി അവിടെയും കൂടെ കാസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഫിഷിംഗ് റാഡൊക്കെ എടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോയ സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ അക്കരക്കാരൊക്കെ ചൂണ്ടക്കാരുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ചൂണ്ടക്കാരാണ്. നമുക്കൂടെ പോയി നോക്കാവേ. അപ്പോൾ മച്ചാവരെ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ വശത്ത് നോക്കണേ കുറേ ചേട്ടന്മാരൊക്കെ ഇരുന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് നമുക്ക് നോക്കാൻ ഇതിനകത്ത് മീനെ കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിട്ട് നടക്കാവേ. മച്ചമ്മര് ഫസ്റ്റ് കാസ്റ്റിങ് നമ്മളിവിടെ സ്മോൾ വെള്ളത്തിൽ അപ്പോൾ മച്ചന്മാരെ നമ്മളിങ്ങനെ മുന്നോട്ട് കാസ്റ്റ് ചെയ്ത് നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് പോകട്ടോ. പോകുന്ന വഴിക്കൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്തു. മച്ചന്മാരെ ചൂണ്ടയുടെ വന്നപ്പോൾ ഇവിടെ ഒരു അതിഥിയൊക്കെ ഉണ്ടേ. നോക്കി കണ്ടോ, ഒരുത്തൻ ചെറുത് മേപ്പോട്ട് കയറാൻ നോക്കുവാണേ. പൊളവനാട്ടോ. അപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേ. അപ്പം ഇവന്മാരൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ചിലപ്പം മീൻ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കി സാധനം അനങ്ങാ അവിടെ കിടക്കട്ടോ. ഉണ്ടോ എപ്പോഴും കയറാനൊക്കെ നോക്കുവാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. വരാറില്ല അടിക്കാൻ നമുക്ക് നോക്കാവേ. എന്തുകൊണ്ട് ഉണ്ട് അങ്ങോട്ടൊക്കെ നോക്കണ്ടല്ലോ. നല്ല രീതിക്ക് മീൻ വന്ന് അറ്റിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാവേ. ചൂണ്ടിടാൻ വന്ന സ്ഥലം നോക്കി ഫുള്ള് പറ്റിയുണ്ട്. ഇഷ്ടം പോലും വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നോടൊന്നും കല്ലാണ്, ഇത് കല്ലൊന്നുമില്ല. കുപ്പിയും കവറും ഇല്ലാത്ത വേസ്റ്റ് ഒന്നുമില്ല. വേസ്റ്റ് കൊണ്ടങ്ങ് മൂടിക്കിടക്കുവാണേ. നമുക്ക് ഇങ്ങനെ പക്ഷെ നോക്കി ഫുള്ള് താറാവൊക്കെ ഉണ്ട് കേട്ടോ. താറാവുണ്ട്, കൊക്കുണ്ട്. എടാ ഇതിനകത്ത് മീനുണ്ടോടാ? വെള്ളം ഉണ്ടോ ഇതിനകത്ത്? കിളികളും താറാവിൻ്റെ ഒക്കെ കുളിക്കാനുള്ള കുളമാണെന്ന് തോന്നുന്നു. ചുമ്മാ ഒന്ന് കാശ് ചെയ്യുന്നു. എനിക്ക് ആരൊക്കെയോ വരുന്ന കേട്ടോ. കണ്ടത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി മീൻ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളയാണെങ്കിൽ അവനെ കിട്ടും. ഇവിടെ കിടപ്പുണ്ടോ? സാരാലുണ്ടായിരുന്നു കേട്ടോ. നോക്കി വെള്ളം അവിടെ പോയി കാണും. അതൊക്കെയുണ്ട് മിസ്സാണേ. നമ്മുടെ വിജിത്ത് മച്ച മീനും കൂടി വരുന്നുണ്ടേ. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന മീനെ നോക്കാം. ഇത് നയിച്ചിട്ടേ ഇച്ചിരി മാറ്റിയെടു, ചാടിപ്പോവും ചെയ്യില്ല. ഓക്കെ, ഇതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നമ്മുടെ സ്റ്റിക്കിൻ്റെ വലിപ്പം വെച്ച് വാങ്ങിക്കാവേ. ശരി എൻ്റെ മോനെ മറിക്ക് സ്റ്റിക്കിൻ്റെ കാർഡ് വെച്ചേ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഹെവി ആയിട്ട് കിട്ടിയേക്കുന്നുണ്ട് കേട്ടോ. നോക്കി സ്റ്റിക്കിൻ്റെ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും കിട്ടി മുതൽ ഇവനാണ് ഇച്ചിരി വലുത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ വലുത് ഞാൻ തോന്നുന്നില്ല. രണ്ടാമത്തെ വലുത് ഇതും മൂന്നാമത്തെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സൈസ് 3 എണ്ണത്തിന് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ തൂക്കം കൂടെ ഇഷ്ടം നമുക്ക് നോക്കാം കേട്ടോ. എല്ലാം പോകുന്ന പൂക്കണ്ടോ ഇവിടെ പിടിച്ച് കയറി. ഓക്കെ, നമ്മൾ തൂക്കിയും കൂടെ കാണിക്കാം. നമുക്ക് അതിന് 1 കിലോയിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇതെനിക്കൊന്ന് 1/2 കിലോ വണ്ടി വരുന്നൊരു സാധനം കേട്ടോ.
ഓക്കെ, അപ്പം നമുക്ക് നേരെ തൂക്കി നോക്കാവേ. 1 കിലോ ഇല്ല കേട്ടോ. ഒരു ചെറിയ എണ്ണത്തിനെ കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് 1 കിലോ തയ്ക്കായിരുന്നേ. ഇത് ഒരു 50 ഗ്രാമിനും കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് 1 കിലോ കിട്ടുന്ന ഒരു മുതൽ നമുക്ക് അടിച്ചു തരായിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടിയേക്കുന്ന സാധനം ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചേക്കുന്ന മീൻ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, എന്തായാലും നമ്മുടെ വീഡിയോസ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടായിട്ടുള്ള കുറച്ച് മീനെ നമുക്ക് അടിച്ചു തരാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ നിന്നാണ് നമ്മൾ മീനെ അടിച്ച് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ വാക്കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് പൊക്കെന്ന് പറയാൻ നമ്മൾ പൊക്കിയിരിക്കും. അപ്പോൾ എന്തായാലും വെച്ചാൽ മാരെ അടുത്തൊരു കിട്ടായിട്ടുള്ള ഒരു ഫിഷും വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിട്ടായിട്ടുള്ള ഒരു ഫിഷും വീഡിയോ കാണാം. ഓക്കെ, ബൈ.